ഹലോ ഫ്രണ്ട്സ്, ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിത്യേന നീന്തിക്കുളിക്കുകയോ മുങ്ങിക്കുളിക്കുകയോ ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. കാരണം പ്രമേഹം തടയുന്നതിന് പ്രകൃതി ഒരുക്കി തരുന്ന ഫലപ്രദമായ ചികിത്സാ രീതിയാണ് ഇത്. അടുത്തൊന്നും നീന്തൽക്കുളമോ പുഴയോ ഇല്ലെങ്കിൽ കുളിമുറിയിൽ ഒരു ഷവർ പിടിപ്പിച്ചാൽ മതി. ആ ഷവറിൽ നിന്നും വെള്ളം തലയിലേക്ക് ധാരാളമായി വന്നോളും. ബക്കറ്റിൽ വെള്ളം പിടിച്ചു വെച്ച് കപ്പ് കൊണ്ടുള്ള കോരിക്കുളി, ഷവർ കുളിയുടെ മുന്നിൽ ഒരു കാക്കക്കുളി മാത്രം. തലയിൽ തക്രധാര ചെയ്യുന്നതാണ് ആയുർവേദം നിർദ്ദേശിക്കുന്ന ഒരു പ്രധാന ചികിത്സാ രീതി. ശരീരത്തിന്റെ മുഴുവൻ ഞരമ്പുകളെയും ശിരാകേന്ദ്രമായ ശിരസിലേക്കുള്ള ധാരയാണ് ഇത്. മുങ്ങിക്കുളി കൊണ്ടും ഷവർ കുളി കൊണ്ടും ആ ധാരാപ്രയോഗത്തിന്റെ ചെറിയ ഫലമെങ്കിലും കിട്ടും. എന്താണ് പ്രമേഹം? നാം കഴിക്കുന്ന ആഹാരത്തിലെ അന്നജം, അതായത് പഞ്ചസാര, ദഹിച്ചതിന് ശേഷം രക്തത്തിൽ ഇൻസുലിൻ ഹോർമോണിന്റെ കുറവ് മൂലം കുറെ അധിക സമയം ഉയർന്നു നിൽക്കുകയും അതിനുശേഷം ആ പഞ്ചസാര മൂത്രത്തിലൂടെയോ അമിതമായി പോകുന്ന അവസ്ഥയാണ് ആയുർവേദം പ്രമേഹമെന്ന് വിശേഷിപ്പിക്കുന്നത്. അമിതമായ ദാഹം, ശരീരത്തിന്റെ ചുട്ടുനീറ്റൽ, ക്ഷീണം, തളർച്ച, മെലിച്ചിൽ, കൈകാൽ അടികളിൽ ചുട്ടുനീറ്റൽ, പതഞ്ഞു കലങ്ങി അധികമായ അളവിൽ മൂത്രം പോകൽ, കണ്ണിന് എരിച്ചൽ, എത്ര വൃത്തിയായാലും പല്ലിലും നാവിലും എന്തോ പറ്റിപ്പിടിച്ചതുപോലുള്ള അസ്വസ്ഥത, ഉറക്കക്കുറവ്, ദുർഗന്ധമുള്ള വിയർപ്പ് ഇവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ആയുർവേദത്തിൽ പ്രമേഹം 20 ഇനങ്ങളാൽ തിരിച്ചിട്ടുണ്ടെങ്കിലും നമുക്കതിനെ രണ്ടായി കാണാം. ജന്മനാൽ ഉണ്ടാകുന്നത് ഇതിനെ ടൈപ്പ് 1 എന്ന് പറയാം. 30 വയസ്സിന് താഴെയുള്ളവർക്ക് കിട്ടുന്ന പ്രമേഹം പാരമ്പര്യം തന്നെ. ടൈപ്പ് 2 പ്രമേഹമാണ് നമ്മിലേറെ പേർക്കുമുള്ളത്. അമിതമായ അരി ഭക്ഷണം കഴിക്കുന്നവർക്കാണിത് വരിക. അരി അരച്ചുണ്ടാക്കിയ ദോശ, ഇഡലി, പുട്ട് എന്നിവ അധികമായാലും പ്രമേഹം വരും. കിഴങ്ങുവർഗ്ഗങ്ങളും കൊഴുപ്പും പഴവർഗ്ഗങ്ങളും മധുരപലഹാരങ്ങളും മധുരപാനീയങ്ങളും മദ്യവും പ്രമേഹം കൂട്ടും. മടി പിടിച്ച് രാത്രിയും പകലും കിടന്നാലും പ്രമേഹം കൂടുക തന്നെ ഫലം. പ്രമേഹം ബാധിക്കുന്ന അവയവങ്ങൾ ഹൃദയം, വൃക്ക, കരൾ, തലച്ചോർ, കണ്ണ് എന്നിവയാണ്. വ്യായാമമാണ് ഏറ്റവും പ്രാധാന്യം. അതിലേറ്റവും നല്ലത് നീന്തൽ തന്നെ. ശരീരത്തിൽ ചുട്ടുനീറ്റൽ നീന്തലിനിടയിൽ അറിയില്ല. ശരീരം വിയർക്കുന്നത് പോലെയുള്ള അരമണിക്കൂർ നടപ്പാകാം. മോര് നേർപ്പിച്ചത് എപ്പോഴും കുടിക്കാം. മല്ലി, ജീരക വെള്ളവും ആകാം. കന്മദം ഭസ്മമായോ ലേഹ്യമായോ വൈദ്യ നിർദ്ദേശപ്രകാരം കഴിക്കാം. നിഷിദ്ധാകാദി കഷായം, കഥക കദീരാദി കഷായം, അമൃതാദി ചൂർണം, ത്രിഫല ചൂർണം എന്നിവയെല്ലാം ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. ഏറെക്കാലമായി പ്രമേഹം ബാധിച്ചവർക്ക് വർഷത്തിലൊരിക്കൽ നവരക്കിരി, പിഴിച്ചൽ, വസ്തി തുടങ്ങിയവയിലൊന്ന് നടത്തുന്നത് നല്ലതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.